ലോറി കണ്ടില്ല ഞാനിപ്പോ മണ്ണാച്ചമ്പാല ഇവിടുന്നൊക്കെ തട്ടി എന്നിട്ട് അപ്പൊ അടുക്കള ഭാഗം മിറ്റത്തുനിന്ന് ലോറി കണ്ടില്ല ഞാൻ ചാച്ച ബൈ ബൈ സീ യു. ഓക്കെ ഇനി പോയി. ഞാൻ ഫുഡ് കൊടുക്കുമ്പോ കിടന്ന് ഉറങ്ങാണ് വരുത്തി. എസ്ലിക്ക് വാങ്ങിയതാട്ടോ ബേബി പ്ലസ് എന്ന ഇൻസ്റ്റാ പേജിൽ നിന്നാട്ടോ. റാഗി പൗഡറും ഉണ്ട്, റാഗി വിത്ത് റൈസും, പിന്നെ അത് മാംഗോ കൂടി റാഗി റൈസ്. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പൊ രാവിലെ തന്നെ ഇരിക്കുന്നതായിട്ടാണ് കണ്ടോ അല്ല, കൊറേ ആൾക്കാർ ചോദിച്ചു നമ്മള് നാട് വിട്ടു പോയോ, നിങ്ങളെന്താ വ്ളോഗ് ഇടാത്ത. കാണുന്നവരൊക്കെ ഇങ്ങനെ ചോദിക്കുക, പുറത്തുനിന്നൊക്കെ കണ്ടാൽ നിങ്ങൾ വ്ളോഗൊന്നും ഇപ്പോൾ കാണില്ല, നിങ്ങളെന്താ വ്ളോഗ് ഇടാത്ത, എന്താ കാരണം? പേഴ്സണലായിട്ട് മെസ്സേജ് ചെയ്യുന്നു, ഇൻസ്റ്റയിൽ മെസ്സേജ് ചെയ്യുന്നു. അതിപ്പോൾ വ്ളോഗ് ഇടാത്ത കാരണം എന്ന് വെച്ചാൽ എന്താ കാരണം? അപ്പോൾ കാക്കു ബിസി ആയിപ്പോയി, അതിനെക്കൊണ്ട് ഞാൻ വ്ളോഗ് എടുക്കരുത് നിർത്തി. ഞാൻ വിചാരിച്ചു യൂട്യൂബൊക്കെ നിർത്തി പോയാലോ എന്നൊക്കെ വിചാരിച്ചിരിക്കുന്നത്. അത് യൂട്യൂബിൽ വീഡിയോ എടുക്കുന്നതൊക്കെ മറന്നു വയ്ക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ എന്തായാലും മെനക്കെട്ടൊന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചില്ലേ. അപ്പോൾ ഐസൂനൊക്കെ നേരത്തെ കാലത്തെ കുളിപ്പിച്ച് റെഡിയാക്കി. ഇനി ഐസു കുപ്പായ ഇട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ഇടാൻ നിൽക്കണ്ട അല്ലേ. ഐസൂനെ ഞാൻ ഉംബ്രു പോവാന്ന് പറഞ്ഞിട്ട് മാറ്റിച്ചതാണ്. ഓന്റെ അമ്മമ്മനെ ഇവിടെ കണ്ടത്തിൽ അടിച്ചായിരുന്ന പണി. അപ്പൊ ഉമ്മ ഇന്നലെ വന്നീനിട്ടോ. അപ്പൊ ഉമ്മക്ക് ഇവിടെ വന്നുള്ള പണിയാണ് എറുമ്പ് കടിക്കണ്ടോ, കാലിനോട് കേറി എറുമ്പ് കടിക്കും. അതായത് ഇവന്റെ തലയിൽ ഫസ്റ്റ് ഒരു വെളിച്ചെണ്ണത്തപ്പ് ഒന്നായിട്ട് കമ്പിക്കാനൊക്കെ ഉണ്ട്. അതാണ് അങ്ങനെ. അല്ല, ഉമ്മ ഇവിടെ വന്ന രാവിലത്തെ പണി പറ്റാതാ. ഇവിടുത്തെ മുറ്റും അടുക്കള ഭാഗം ഒക്കെ അടിച്ചാരി വൃത്തിയാക്കി വെക്കല്ലോ. രാവിലത്തെ പണിയാണ്. ഇപ്പൊ ഉമ്മ ഇതിനെന്താ പട്ട, ആ പട്ടൊക്കെ ശേഖരിക്കാം. ഇതൊന്നും ഞാനിവിടെ എടുക്കലൊന്നുമില്ല. ഇവിടെ വേറെ ആൾക്കാരോ വന്ന് കൊണ്ടുപോക്കാണ് ഓലയും മട്ടലൊക്കെ. ഞങ്ങളാരും ഒന്നും ചെയ്യാം, കാരണം അടുപ്പ് ഞാൻ കൂട്ടിലില്ല, ഞാൻ ഗ്യാസാണ് കത്തിക്കാറ്. അപ്പൊ ഉമ്മ വന്നാലാണ് ഇവിടെ അടുപ്പ് തന്നെ. പട്ടിണി ആശിക്കൊക്കെ ജിമ്മിന് വരെ പോവാൻ തുടങ്ങി ഗൈസ്. അതാണ് വല്ലാത്ത പ്രത്യേകത. ജിമ്മിന് പെണ്ണുങ്ങളെ കാണാൻ വേണ്ടി പോവാണ്, കാരണം രണ്ട് മിക്സ്ഡ് ആണ്. ജിമ്മിലാണ് അല്ല പെണ്ണുങ്ങളെ കാണാൻ പോവാണ്. അവിടെ എന്റെ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ എനിക്ക് മെസ്സേജ് അയക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. നിങ്ങൾ അത് അറിയാൻ വേണ്ട, നിങ്ങളവിടെ എന്ത് കളിച്ചാൽ പെട്ടാ അറിയൂ. അപ്പൊ ഇന്നത്തെ വ്ളോഗ് വെച്ചാല് നമ്മളെ ഡേ ലൈഫ് ഉണ്ട്, പിന്നെ എല്ലാം കൂടി കൂടിക്കളയുന്ന നമ്മളെ എസ്ലിക്ക് 6 months ഇപ്പൊ കഴിഞ്ഞ്. അതെ, ഇന്നത്തെ വ്ളോഗ് അതായത് 6 months സെലിബ്രേഷൻ. അല്ല, 6 months സെലിബ്രേഷൻ ചോദിച്ചിരിക്കുന്ന ആൾക്കൊക്കെ കമ്മി, കാരണം ഞാൻ നടത്തിയില്ല. പിന്നെ ഞങ്ങളെ വീരാന്റെ 2ാമത്തെ വയസ്സിന്റെ ആഘോഷവും ഇന്ന് ആഘോഷ രാവ്. അല്ല, അത് ഞാൻ പറഞ്ഞ രാശികാക്ക പ്രാന്ത കളിക്കല്ല. അതിപ്പോ ഐസുവിന്റെ ബർത്ത്ഡേ ആണ് 24th, അതായത് May 24 ഐസുവിന്റെ ബർത്ത്ഡേ ആണ്. അപ്പൊ നമ്മളെ എസ്ലിൻ്റെതും കൂടെ ഒരുമിച്ച് കഴിക്കാൻ വെച്ചാൽ രണ്ട് ചെലവല്ലേ, അതിനെ കൊണ്ട് ഒറ്റ ചെലവിൽ തന്നെ രണ്ടാളതും കഴിക്കാന്ന് വിചാരിച്ചിട്ടോ. അപ്പൊ എസ്ലിൻ്റെതും നമ്മൾ ഐസുവിന്റെ ബർത്ത്ഡേന്റെ അന്ന് കഴിക്കാന്ന് വിചാരിച്ചു. ഇന്നതല്ല, ആരൊക്കെ ചോദിച്ചു എസ്ലിക്ക് എന്താ ഫുഡാണ് കൊടുക്കുന്നത്, എസ്ലിക്ക് ഫുഡ് കൊടുക്കാൻ തുടങ്ങി, എന്താണ് കൊടുക്കണെന്നൊക്കെ. അപ്പൊ അതിനെ പറ്റിയുള്ള ഒരു വീഡിയോ ആകെ ചോദിച്ചിരിക്കുന്നു. അപ്പൊ അതിനെ പറ്റിയുള്ള ഒരു വീഡിയോ ആണ്. എന്നാൽ എസ്ലിക്ക് ഫുഡ് കൊടുക്കുന്നതും പിന്നെ നമ്മളെ എന്തൊക്കെ അന്നത്തെ അവസ്ഥകളും കാര്യങ്ങളും കുറെ ആയി നമ്മൾ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട്. അപ്പൊ അതൊക്കെ ഒന്ന് കാണിച്ചിട്ട് നിങ്ങൾക്ക് എല്ലാം നിങ്ങൾക്ക് ഇന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ എസ്ലി മാറ്റിയിട്ട് കുളിച്ചിട്ടില്ല, മേലേക്കിയിട്ട് തൊട്ടിലേക്ക് എടുക്കുന്നുണ്ട്. അപ്പൊ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊന്നും ആയില്ല. സമയം 10 മണിയായി. ഇതുവരെ ഇവിടെ ആരും പച്ചവെള്ളം കുടിച്ചിട്ടില്ല. അല്ല, ഞാൻ ഇപ്പൊ വേറൊരു വെള്ളം കുടിക്കുന്നുണ്ട്, കാരണം വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടി, വെയിറ്റ് ലോസിന് വേണ്ടിയിട്ട്. എല്ലാവരും പറയാൻ തടി നല്ലോണം കൂടുന്നുണ്ടെന്ന്. അപ്പോൾ അതിന്റെ ഒരു ട്രീറ്റ്മെന്റ് കൂടി നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അത് കുടിക്കുന്നല്ലാണ്ട് ഞാൻ കുറയുന്നില്ല. അതാണ് ഇപ്പൊ ഒരാഴ്ച ഞാൻ കുടിക്കുന്നത്. ഇപ്പോഴും 62 തന്നെ ഞാൻ കിടക്കുകയാണ്. കുറയണമെന്നുണ്ടെങ്കിൽ ചിക്കൻ കാണുമ്പോഴത്തേനും ഇങ്ങനെ കണ്ണടിച്ചു അതൊക്കെ ഞാൻ അതൊന്നും കൺട്രോൾ ചെയ്യാൻ പറ്റുമൊന്നുമില്ല. ഞാൻ ചിക്കൻ കണ്ട കമ്മി വെക്കും, അത് വേറെ കാര്യം. അപ്പോൾ ഞാൻ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് കൂടി ചെയ്യുന്നുണ്ട്. അപ്പോൾ അതെന്താണെന്നുള്ളതൊക്കെ ഞാൻ കാണിച്ചു തരാം, വയ്യെ കാണിച്ചു തരാം. എടോ വീട് പോടെ വീരാനെ എടീച്ചാള് അങ്ങ് ആരെങ്ങനെ പൗഡറൊക്കെ ഇട്ടുന്നത്, പൗഡർ കുട്ടപ്പനേക്കുന്നല്ലോ. രാവിലെ തന്നെ കുളിച്ച് പൗഡറൊക്കെ ഇട്ട് ഉമ്പ്ര പോവാണ്ട് തന്നെ അങ്ങനെ കുളിച്ച് മാറ്റി. അല്ല, എൻ്റെ മോൻ വരുന്നില്ല. ഇമ്മമ്മന്റെ കൂടെ അവന്റെ സവാരി ആക്കിട്ടോ. അപ്പൊ നമുക്കിത് നേരെ നമ്മളെ ബ്രേക്ക്ഫാസ്റ്റിലേക്കും നമ്മളെ ഇന്നത്തെ പരിപാടിയിലേക്കും ബാക്കി കാര്യങ്ങളിലൊക്കെ പോലെ നമ്മളെ
ഇസ്ലിത് അവിടെ കിടക്കുന്നുണ്ട്. ഇസ്ലിയെ എന്താണ് കുപ്പായൊക്കെ താത്തടോ? തൊപ്പി എടുത്തിട്ട് കിടക്കുകയാണ്. ഇവിടെ വെറുതെ കിടക്കല്ലോ. ഫേവറേറ്റ് സോങ് ആണ്. അല്ല, ആരോ പറഞ്ഞു ടി വി മോളിലാണ് വെച്ച, അങ്ങനെ മോളിൽ വെച്ച കുട്ടിക്ക് കണ്ണീർ പ്രശ്നം വരും. പക്ഷെ മോളിലൊന്നല്ല, അത്യാവശ്യം താഴെ തന്നെയാണ്. ഇത് കാണുമ്പോ ഇത്രേ ഉള്ളൂ, ഇത്ര എങ്ങനെ ഉള്ളൂ. ഇനി മേലേക്ക് കൊറേ ഉണ്ടാവും, പക്ഷെ മുകളിലേക്ക് വന്നത് താഴെ തന്നെയാണ് കേട്ടോ ടി വി ഉള്ളത്. സ്പ്രേന്റെ കുപ്പിയൊക്കെ കൊടുത്താൽ കുളിച്ച പൗഡർ ഇട്ടില്ല, സ്പ്രേ സ്പ്രേയിലൊന്നും ഇല്ല കേട്ടോ, ഒന്നുമില്ല. അത് ഓക്ക് കളിക്കാൻ വേണ്ടിട്ട് കൊടുത്തതാണ്. എന്തെങ്കിലും കൈമ കൊടുക്കണ്ടേ, ഓക്കുള്ളതൊന്നും കൊടുത്താലൊന്നും ഓള് കൈമ പിടിക്കും. ഓൾക്ക് ഇങ്ങനത്തെ അടി 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 പപ്പരടി. അപ്പൊ എസ്ലി കമലാനൊക്കെ തുടങ്ങിയിട്ടുണ്ടോ? പക്ഷെ കമലാന്നാണ് മക്കളെ നെത്തൊക്കെ വർക്കൊക്കെ എടുത്തിറങ്ങും. പക്ഷെ അങ്ങനത്തെ ഒരു അവസ്ഥ നമുക്ക് വരുന്നില്ല. കാരണം ഐസ് നല്ല മേട്ടാണ് മേട്ടുന്നത്. എസ്ലി ഒന്ന് അവിടെ കട്ടുമ്പലോ ഒന്ന് നെൽത്തൊന്ന് കെട്ടിയാൽ ഐസ് ഒപ്പം വന്നിട്ട് എസ്ലിനെ വേദനാക്കുക. അതിനെക്കൊണ്ടാണ് ഈ ഒരു തൊട്ടിൽ ഞങ്ങൾ ഇട്ട്. ഇത് ഐസുവിന്റെ തൊട്ടിലാണ്. ഐസു ഏതായാലും യൂസ് ചെയ്തിട്ടില്ല. ഇതിനെക്കൊണ്ട് ഉപകാരമുള്ളത് നമ്മൾ എസ്ലിക്ക് മാത്രമാണ്. വേറൊരു സാധനം തന്നതാണ് ഈ കൊട്ട. ഇതാണെങ്കിൽ ഐസുവിന്റെ കൊട്ടായി എസ്ലി ഫുഡ് കഴിക്കുമ്പോൾ മാത്രം അവിടെ ഇരിക്കലുള്ളൂ, അല്ലെങ്കിൽ ഫുൾ ടൈം ഐസാണ്. അപ്പൊ അങ്ങനെയാണ് ഇവിടുത്തെ. അപ്പൊ അങ്ങനെ കമലാനുള്ള ഒരു അവസ്ഥ ഒക്കെ കിട്ടുന്നില്ല. അതേകൊണ്ടാണ് അവള് കമല. അത് വെക്കുമ്പോഴൊക്കെ അവള് കമലുന്നുണ്ട് കേട്ടോ. കമന്ന് കേട്ടിട്ട് നീന്തലാണ്. നമ്മൾ അപ്പൊ തന്നെ നെരങ്ങി പോണം എന്നുള്ളൊരു ഇതിലാണ് നിൽക്കുന്നത്. അതൊക്കെ ഇന്ന് കാണിച്ചു തരാം കേട്ടോ. അവൾ എങ്ങനെയാണ് കമന്നൊക്കെ കാണിച്ചു തരുന്നുണ്ട്. അപ്പൊ അത് നമുക്ക് അല്ല, അവള് കമന്ന കാണിച്ചു കൊടുക്കാം. ഒട്ടും കമാട്ടല്ലോ. ഭർത്താവിനെ ബഹുമാനമില്ലാത്തവൾ നിലപാടില്ല നിലവാരം. അല്ല അല്ല അല്ല, എന്നൊരു ഉസ്താദിന്റെ വീഡിയോ കണ്ടേനും എടാ എന്ന് വിളിച്ചാല് അവിടെ സ്നേഹം ഉണ്ടാവൂ എന്നാണ് ഉസ്താദ് പറഞ്ഞത്. കാരണം അങ്ങനെ ഒരു റെസ്പെക്ട് അങ്ങനെ കൊടുക്കുമ്പോ അവിടെ ഒരു സ്നേഹത്തിന്റെ അളവ് കുറയും. ഇങ്ങനെ വിളിക്കണം, ഡാന്ന് വിളിക്കുമ്പോ അതാ നമുക്ക് ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് എന്താ വേണ്ടിയത്? പുട്ടുണ്ടാക്കാൻ അറിയില്ല. പുട്ടും കടലയും തിന്ന് മടുത്ത്. അല്ല, വേറെ ഒന്നും ഉണ്ടാക്കാൻ മിക്സി വർക്ക് ചെയ്യണമെങ്കിൽ വോൾട്ടേജ് വേണം. ഇടയ്ക്കിടയ്ക്ക് വോൾട്ടേജ് വരും, ഇടയ്ക്കിടയ്ക്ക് വോൾട്ടേജ്. രാത്രി ഒന്ന് വോൾട്ടേജ് ഇല്ല. ഞാൻ ഇവിടെ രാത്രി ഇങ്ങനെ കണ്ണതാ ഇരുത്തത് ഞാനും മക്കളും മുതൽ KCB-യിലേക്ക് വിളിച്ചിട്ട് ഞാൻ എന്താ കരണ്ടിക്കുന്നത് അറിയോ? ഇവിടെ കറണ്ട് ഇനി ഇവിടുത്തെ കറണ്ട് ബില്ല് വരട്ടെ. അപ്പോൾ എനിക്ക് അവിടെ KC വരെ കഴിക്കുന്നുണ്ട്. കറണ്ട് ബില്ലൊക്കെ കൂട്ടാൻ പറ്റും. ഇവിടെ കറണ്ട് ഉണ്ടാവില്ല. പിന്നെ എങ്ങനെ കറണ്ട് ബില്ല് കൂടുക? കറണ്ട് ബില്ലിന്റെ ആൾക്കാർ ഇവിടെ വരുമ്പോ കറണ്ട് ബില്ല് തരുന്നത് എന്റെ ഒരു കച്ചറ ഇവിടെ ഉണ്ടാവും. വേറെ അങ്ങനെ പറയാൻ പാടില്ല. നമ്മള് വീണ്ടും കറണ്ടിയതാണ്. അതപ്പോ കറണ്ട് ബില്ലിന്റെ കാര്യമൊക്കെ എന്താണെന്ന് അറിയില്ല. കാരണം ഇവിടെ ഫുൾ ടൈം വോൾട്ടേജ് ഇല്ലാണ്ട് ഇട്ടതാണ് നമ്മൾ കുത്തിരിക്കലൊക്കെ. അത് രാത്രി ആയതൊക്കെ മനസ്സിലാവും വീഡിയോ എടുക്കുമ്പോ ഇവിടുത്തെ അവസ്ഥ എന്താന്നുള്ളത്. അതപ്പോ നമുക്ക് ഇനി ബ്രേക്ക്ഫാസ്റ്റിലേക്ക് പോവാം. ബ്രേക്ക്ഫാസ്റ്റ് ഇപ്പൊ എന്തുണ്ടാക്കണം? കടല ഞാൻ പുതർത്തിട്ടിരിക്കുന്നു. ഞാൻ പുതർത്തിന്റെ കടല, കാരണം എന്താ മുളപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കടലക്കറിയും പുട്ടും മതിയിലെ കാക്കോ. വേറെ ഒന്നും വേണ്ടല്ലോ. പൊറോട്ട വാങ്ങിക്കൊണ്ടുവരല്ല, പൊറോട്ട ഉണ്ടാക്കാൻ അറിയണ്ട. എന്നാലല്ലേ പൊറോട്ട ഉണ്ടാക്കുള്ളൂ. അപ്പൊ നമുക്ക് ഇനി ഐസിലേക്ക് പുട്ടാ വേണ്ടി. ഐസൊരു പുട്ട് ഭയങ്കര ഇഷ്ടമാണ്. കൊണ്ട് ഐസൂനുള്ള പുട്ടല്ലാണ്ട് കിട്ടാനില്ല. അതുകൊണ്ട് പൊരുത്തപ്പെട്ടു പോയി. ഞാൻ ചോറ് തിന്നാറുണ്ട്, ഇല്ലാന്ന് പറയാൻ പറ്റൂലല്ലോ. അത് മന്തി നെയ്ച്ചോറൊക്കെ അവർക്ക് വേണ്ടിയത്. അപ്പൊ നമുക്ക് ഇനി ഇവിടെ കുറച്ച് വൃത്തിയാക്കാരൊക്കെ ഉണ്ട് കേട്ടോ. ഒന്ന് വൃത്തിയാക്കാൻ നടന്നില്ല. രാവിലെ നീണ്ടിട്ട് ഞാൻ അതുപോലെയായിട്ട് കെട്ടിയായിട്ട്. അപ്പൊ അടുക്കളയിലേക്ക് പോയാൽ അവസ്ഥ ഇങ്ങനെ രാത്രി കടല ഫ്രൈ ഒക്കെ അടുക്കളയിൽ പമ്പേഴ്സ് ഉണ്ട്, സോപ്പ് ഉണ്ട്, ഭർത്തായി ഉണ്ട്. ഇന്നലെ രാത്രിയത്തെ ചിക്കൻ കറി ഉണ്ട്. ചിക്കൻ കറി അല്ല, കടല പുഴുങ്ങാൻ വെച്ചത് മടിയായിട്ട് അങ്ങനെ തന്നെ വെച്ച് മൂടി വെച്ചാൽ മടി ഇങ്ങനെ എടുക്കരുത്. അല്ല, പിന്നെ വേറെ കറി കൂടപ്പറപ്പാണ്. അപ്പൊ അല്ല കറി അല്ല. അപ്പൊ ഞാൻ പറഞ്ഞില്ല രാവിലത്തേക്ക് തന്നെ ഉണ്ടാക്കാന്ന് വിചാരിച്ചതാണ്. പമ്പേഴ്സ് ഇന്നലെ രാത്രി ഇങ്ങനെ കൊണ്ടുവന്ന് ഞാൻ റൂമിലേക്ക് ഇട്ട് വെച്ചിട്ടില്ല. ഓ പിന്നെ ഞാൻ ഇവിടെ കിടന്നുറങ്ങലാണല്ലോ. ഈ ഭർത്താക്ക് എടുത്തിട്ട് ഇതാക്കിന്റെ ഉള്ളിൽ കാറ്റ് കയറൂല. രാവിലെ ഐസിന് കൊടുത്തിട്ടുണ്ടാവില്ല. രാവിലെ വാപ്പിയും പോലെ എണീച്ച് പോയിക്കുന്നു. ഞാൻ ഐസിന് കുറച്ച് നേരം കിടന്നുറങ്ങി. ഉമ്മ ഉണ്ടായതിനെ കൊണ്ട് ഐസ് ഉമ്മൻ്റെ അടുത്ത് പോയി കുറച്ച് നേരം കളിച്ച് രാവിലെ എണീച്ചപ്പോൾ. അപ്പൊ ഞാനും ഐസിനും കുറച്ച് നേരം കിടന്നുറങ്ങി. അപ്പൊ എന്താ കുട്ടിനുള്ള പ്രിപ്പറേഷൻ. ഇനി പുട്ടൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് വാട്ടോ. ഞങ്ങൾ തിന്നാൻ നേരത്തെ ബെല്ലടിച്ചാ മതി. അല്ലെ ഫോണിലേക്ക് ഒരു മിസ് കോൾ. ഓ എന്തിനെ? ഞാൻ അവിടെ മുന്നിൽ കൊണ്ട് തരാം, എന്നിട്ട് വായൽ ഉരുട്ടി തരാം. എന്താ അങ്ങനെ പറ്റുമോ? വലിയ ഉപകാരം ആണോ? ചമച്ച് ഞാൻ തരണോ?
ചമച്ചും തരാ. നമ്മളെ പുട്ടും കടയിലൊക്കെ റെഡി ആയിട്ട് ഐസ് തിന്നതിന്റെ ബാക്കി. പിന്നെ നല്ല പുട്ടാ. കടലക്കറി നല്ല സൂപ്പറായിട്ടുള്ള കടലക്കറി കേട്ടോ. കടലക്കറി സൂപ്പർ ആവും. അല്ല ഞാൻ യൂട്യൂബ് കണ്ട് പഠിച്ച നല്ല കടലക്കറിയാണ്, നല്ല രസമുണ്ട്. ഞാൻ ഇങ്ങനെ ട്രൈ ചെയ്തൊക്കെ എപ്പോഴും. അന്നപ്പോ മതിയാക്കിട്ടോ ഇതിപ്പോ ഞാൻ തിന്നേണ്ടി വരും. അപ്പൊ അതിന്റെ ഉള്ളിൽ കൂടെ ഉമ്മന്റെ അവിടെ മാറാമ്പലൊക്കെ തട്ടലും ഒക്കെ കഴിഞ്ഞിട്ടോ. മാറാമ്പല തട്ടലും അടിച്ചു വരലും അതാ അതാ എന്തോ ഒപ്പിച്ചിരിക്കുന്ന അവിടെ. അങ്ങോട്ട് വാ. അപ്പൊ ഞങ്ങള് ചായ കുടിച്ചിട്ട് കാണട്ടോ. എസ്ലി അവിടുന്ന് കരിയാനൊക്കെ തുടങ്ങി. അപ്പൊ ഗൈസ് ഞങ്ങളിതാ പുട്ടും കടലൊക്കെ തിന്നിട്ട് കുറച്ചേരം വിശ്രമിക്കുകയാണ് കേട്ടോ. അതാ എസ്ലി ഇതാ മമ്മൻ. ആരാണ് അങ്ങനെ ഓണടിച്ചു പോകുന്നത്? മീൻകാര ലോറിയിലാവും. ആ മറ്റേ ഗുഡ്സിലല്ലോ. എസ്ലിക്ക് പാപ്പു തിന്നണ്ടേ? ശരി പാപ്പു അവർക്ക് ഇങ്ങനെ ആരെങ്കിലും എടുത്ത് നിന്നാ മതി. അങ്ങനെ കിടക്കൂല. ആ പാപ്പൂന്ന് പറയുമ്പോ കരിയ ഞം 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 തിന്നണ്ടേ? ഇതാ ക്യാമറ ആയിട്ട് ഞങ്ങൾ മുന്നിലേക്ക് വന്നു പോയത് നിലങ്ങളോട് പറഞ്ഞേ ഉണ്ടോ? ഇത് ഭർത്തായിക്ക് ഉമ്മക്ക് ചൂടെടുത്തിട്ട് ഉമ്മ അവിടുന്ന് വിസറിയൊക്കെ അതായത് നമ്മളവിടെ പുൽപ്പർമുക്ക് വീട്ടില് 4 AC ഒക്കെ വെച്ചു. അടുക്കളയിൽ വരെ AC. അവിടെ സഹിക്കില്ല. അവിടെ AC ഇല്ലാത്ത സഹിക്കുന്നില്ല. അപ്പൊ ഉമ്മ കട്ട് ഏതാ പരിഷ്കാരിന്നറിയോ? എന്നിട്ട് പറയാ അവിടെ മണ്ണാച്ചന് 100 ഗ്രാം മണ്ണാച്ചൻ കെട്ടിയാല വീട്ടില് മരണോ. അടിച്ചടിച്ച് അരാൻ കഴിയൂല. ലോറി കാണിക്കില്ല. ഞാനിപ്പോ മണ്ണാച്ചമ്പാല നോക്കി തട്ടി ആസികാക്കനോട് ഞാൻ പറയും മണ്ണാച്ചമ്പാല തട്ടണം. ആസികാക്ക തട്ടണ്ടേ? ട്രൗസർ കൊടുത്ത് ഞാൻ ആടുപ്പറ്റാണെങ്കിൽ എപ്പോഴോ തലക്ക് തല്ല് കിട്ടിയെന്ന് ചോദിച്ചാ മതി. അനങ്ങാൻ കയ്യായിട്ട് എന്തിനാണ് അങ്ങനെ പറയിപ്പിക്കാൻ നടക്കണത്? അതല്ല അമ്മ ഇപ്പൊ മുണ്ടൊന്നും എടുക്കലില്ല. അപ്പൊ ടൗസറിന്റെ മുകളിൽ അപ്പൊ ജിമ്മ് പോകുന്നതിനെ ടൗസർ ആണല്ലോ വെച്ചുവിടൂ. അപ്പൊ തുണിയൊന്നും എടുക്കലില്ല. പോയിക്കോളാം. അത് പറയാം. ഞാൻ അതിനും പോകുമ്പോ ജിമ്മിന് കുറച്ച് ദിവസം കൂടി പോട്ടെ, എന്നിട്ട് അത് കഴിഞ്ഞാൽ സട്ടിമലും പോകുന്നു. എന്താണ് ഒരു പണി എനിക്ക് എടുത്തു തരൂല. അനങ്ങുമ്പോ അടിച്ചെടുത്തോ എന്നാ കുഞ്ഞെടുത്തോ എന്നാ പറയാ. ആണുങ്ങൾ ഇതാ മുന്നിൽ ഇങ്ങനെ നടക്കണ്ടേ പടം നയിക്കുന്ന കുതിരയെ. മോനോട് പറയും വാപ്പനെ വിളിച്ചോണ്ടരാ, അമ്മ പോയി വിളിച്ചോന്നാ പറയും. മോൻ അതിനെക്കാട്ടും എന്താണ്? ആ ഞാൻ നേരത്തെ പറഞ്ഞു ഒന്നുമാരും കൂടി ഒരു പണി ആയിരം എടുക്കേണ്ട കൊണ്ടാനാണ് ലോറി കണക്ക് തിരുമ്പണത്. ചോറിന് അതെന്താ അമ്മായിക്ക് സുഖമില്ലാത്തതിനെ കൊണ്ട് മാമനാണൊക്കെ പണിയെടുക്കാനാണ് ഉമ്മ പറഞ്ഞത്. ഇവിടെ എനിക്ക് സുഖമൊന്നുമില്ല, എന്നാലും എനിക്ക് ചെറിയ സഹായം ചെയ്തിട്ടുണ്ട്. അത് ചെയ്തിട്ടില്ല. ആകെ ചെയ്തൊരു ഉപകാരമുണ്ട്. എനിക്ക് മുറ്റം നടിച്ചതരും. അത് 2 ആഴ്ച കൂടുമ്പോഴാണ് അവിടുത്തെ മുറ്റം നടിച്ചരി തരിക. ആ ഒരു ഉപകാരം എനിക്ക് ചെയ്തരും. അത് വാപ്പിയും മോനൊന്നും എന്നിട്ട് അപ്പൊ അടുക്കള ഭാഗം മിറ്റത്തുനിന്ന് ലോറി ഉമ്മ ഓക്കെ ഇരട്ടത്തലുണ്ടോ? ഇരട്ടച്ചൂയോ നോക്ക്. ഇരട്ടച്ചൂയി ആരൊക്കെ വന്നപ്പോ തിന്നാൻ കൊടുക്കും. സബൂറുള്ളൂ തിന്നാൻ പോവാ. പാപ്പിടിനാ എന്താ ഇട്ടത്? മറ്റേ എന്തേനാ ബീർ എന്തേനാ മുളകൊക്കെ ചേർത്തിട്ടാ ഇങ്ങോട്ടേക്ക് ഡോറാബൂജി കളിക്കാം. ഡോറാബൂജി ഞാൻ കുട്ടിക്ക് തിന്നാൻ കൊടുക്കട്ടെ. ഞാൻ പോണില്ല. ക്യാമറ ആയിട്ട് പോവാനാ പറയണത്. എസ്ലിക്ക് വാങ്ങിയതാട്ടോ. ബേബി പ്ലസ് എന്ന ഇൻസ്റ്റാ പേജ് നാട്ടോ. റാഗി പൗഡറും ഉണ്ട്. റാഗി വിത്ത് റൈസും പിന്നെ അത് മാംഗോ കൂടി റാഗി റൈസ് മാംഗോ. പിന്നെ റോ ബനാനൻ്റെതും കൂടി വാങ്ങി കേട്ടോ. ഇത് ഞാനിത് ഈവനിങ്ങിൽ അത് നമ്മള് ഇന്നലെ ഒരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പൊ കുറെ ആൾക്കാർ ഇത് എങ്ങനെ ഉണ്ടാക്കല് പഠിക്കാനും പോകും.
ഇത് ഹോം മെയ്ഡ് ആണ്. ഞാൻ ആ ഷോട്ടിൽ പറഞ്ഞത് ഇത് വീട്ടിൽ തന്നെ കൃഷി ചെയ്യുന്നതാട്ടോ. അപ്പൊ ഇതിന്റെ ബാക്കിലൊക്കെ ഉണ്ട് ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതും എത്ര മാസം യൂസ് ചെയ്യാന്നൊക്കെ ഇതിന്റെ മേലെ തന്നെ ഉണ്ട് കേട്ടോ. കുട്ടികൾക്കൊക്കെ വളരെ നല്ലതാണ്. മക്കളൊക്കെ നല്ലോണം കഴിക്കും കേട്ടോ. പിന്നെ നമുക്ക് അനുസരിച്ച് ഒരു എന്താ പനങ്കൽഘട്ടാണ് യൂസ് ചെയ്യുന്നത്. അതിനെക്കൊണ്ട് വേറെ കുഴപ്പം നമുക്ക് മധുരം കുറയ്ക്കണമെങ്കിൽ ഒരു അങ്ങനെയൊക്കെ ചെയ്ത് തരും. നമ്മളെ ഇഷ്ടത്തിനനുസരിച്ചാണ് ഒരു ഉണ്ടാക്കി തരാം. പിന്നെ സ്റ്റോക്കഡ് സാധനമല്ല കേട്ടോ. നമ്മള് ഓർഡർ കൊടുത്താൽ ഒരപ്പം തന്നെ ഉണ്ടാക്കി തരുന്നതാണ്. കുറച്ച് ഒരു 3-4 ദിവസം നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും കേട്ടോ. എന്താണ് ഈ സ്വച്ഛ ഉണ്ടാക്കല്ലേ? അന്നപ്പോ ഇനി ഇതിനെപ്പറ്റി കൂടുതൽ അറിയണമെങ്കിൽ ഞാനൊരു വേറൊരു വീഡിയോ തന്നെ ഇടണ്ട് കേട്ടോ. ഇടണ്ട് കേട്ടോ. അപ്പൊ വല്ല ഇൻസ്റ്റാ പേജ് കോണ്ടാക്ട് നമ്പർ ഞാനിതിൽ മെൻഷൻ ചെയ്ത് കമന്റിൽ മെൻഷൻ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇത് ഉണ്ടാക്കാൻ ഭയങ്കര എളുപ്പമാട്ടോ. ഞാനിത് 2 സ്പൂൺ എടുത്തിട്ട് നല്ല ഒരു ഇളം ചൂടുവെള്ളത്തിലാണ് ഇത് തിളപ്പിക്കണം കേട്ടോ. ഓക്ക് അധികം കുറച്ച് കട്ടിയിലാണ് കേട്ടോ ഇഷ്ടം. ഓവർ ഇങ്ങനെ ലൂസാക്കി തിന്നുന്നത് ഇഷ്ടമില്ല. അപ്പൊ അതിന്റെ കട്ടകളൊക്കെ ഒഴിവാക്കിയിട്ട് എന്റെ ഐസോ ആ വാതിൽ അവിടെ മുന്നോട്ടം പോലെ ആർക്കെങ്കിലും ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ കൊണ്ടുപോയിക്കോളാം. എന്നപ്പോ ഇതിന് ഞമ്മക്ക് ഉണ്ടാക്കിയത് എന്താ പറയാ റൈസ് വിത്ത് ബനാന അല്ലേ? അല്ല മാംഗോ ആണ്. അപ്പൊ ഇതിൽ തന്നെ ഇതിൽ മധുരമൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ എക്സ്ട്രാ മധുരം ഇടേണ്ട ആവശ്യം. ഈ പറയുന്നതിന് ഈ ടോട്ടോ ഒന്ന് ഒഴിവാക്കിയിട്ട് മാത്രം അങ്ങനെ എന്തെങ്കിലും ഒന്ന് പറയാൻ പറ്റുമോ? ടോട്ടോ ഞാൻ ഒഴിവാക്കില്ല. അതെന്റെ പാരമ്പര്യമായിട്ട് എനിക്ക് കിട്ടിയതാ. അപ്പൊ ഇനി ഇതൊന്ന് കുറുക്ക് രൂപത്തിൽ ആക്കിയെടുക്കാം. അതായത് ഒരു കയ്യിൽ അതിന്റെ കുറച്ച് വെള്ളം പാർന്ന് എന്നിട്ട് അത് കുറുക്കുന്നത് വരെ. അതായത് പഞ്ചസാര ഇടേണ്ട ആവശ്യമില്ല. പിന്നെ 6 മാസമായിട്ടുള്ളൂ. നമ്മൾ പഞ്ചസാര പനങ്കൽഘട്ടാണ് ഇതിൽ ഓൾറെഡി ഉണ്ട്. പനങ്കൽഘട്ട ഒരു ആഡ് ചെയ്തിട്ട് അപ്പൊ മധുരമൊക്കെ ഇതിൽ തന്നെ ഉണ്ട് കേട്ടോ. അപ്പൊ ഇനി ഇത് കുറുക്ക് രൂപത്തിലാക്കിയിട്ട് ഞാൻ നെസ്ലിക്ക് കൊടുക്കാൻ പോവാണ്. നെസ്ലിക്ക് ഇഷ്ടമാണ് ഇത് തിന്നുന്നത് ഭയങ്കര ഇഷ്ടമാണ്. എസ്ലി പാപ്പുട്ടിന്നാ പാപ്പുന്നാ അതാ മേലൊക്കെ ആക്കി തരിക്കും. നല്ലോണം മേലാക്കി തരും. ഇന്നലെ ഞങ്ങൾ വൈകുന്നേരം കണ്ടില്ലേനല്ലോ. ഫുള്ള് അങ്ങോട്ട് തക്കിട്ട് അങ്ങിട്ട് റബ്ബേ ഒക്കെ കൈമലും മുപ്പലും ഒക്കെ ആക്കിയിട്ട് ഓനിക്ക് പാൻ കേക്ക് ഉണ്ട്. അവന്റെ പാൻ കേക്ക് കൊടുക്കാറുണ്ട്. രക്തത്തെ കുടിച്ച് ഓങ്കാര നടമാടി പാട്ടിട്ടൂടെ? പാട്ട് ഭയങ്കര ഇഷ്ടമാണ്. പോട്ടെ പോട്ടെ പോട്ടെ. എന്താണ് ഐസു വടി എടുത്തോ വടി എടുത്തു. എനിക്ക് അടിക്കാനായിട്ട് നോക്കിയൊരു അടി കിട്ടാനായിട്ട്. നിങ്ങൾ ക്യാമറയും കൊണ്ട് പോയേന്നാ പറഞ്ഞു. ഞാൻ തിന്നട്ടെ. എന്ത് കൊടുത്തിട്ടും വായ തുറക്കണില്ല. എന്താണ് ഇപ്പൊ അവളെ കഥ? എസ്ലി ഐസുക്കാക്ക മാന്തിയതാണല്ലേ മൂക്കുമ്മല് നേരത്തെ. ഇതൊക്കെ ഇനിയിപ്പോ ഓളെ എണീച്ചിട്ട് ഇനി കൊടുക്കാൻ പറ്റുള്ളൂ. ഓള് കുറച്ച് കുടിച്ച് ഓള് കിടന്നുറങ്ങി. ഇനി നമ്മളെ എസ്ലീനെ കൊണ്ടേ കെട്ടി ഉറക്കിക്കാട്ടെ. ഇനിയിപ്പോ മുഖം കഴിക്കുമ്പോഴേക്ക് എണീക്കട്ടോ. ഇതൊക്കെ നമ്മളെ ടൗസർ ആലി. നിങ്ങൾക്ക് വേറെ പണിയില്ല മനുഷ്യ. ജിമ്മിന് പോകാൻ തുടങ്ങിയപ്പോ ടൗസറിന്റെ മോള് കയറിയ മനുഷ്യനാണിത്. അപ്പൊ അതാ ഐസുമ്മ പോവാന്നാ പറയുന്നത്. ഞാൻ അവിടെ നിക്കാൻ പറഞ്ഞിട്ട് എനിക്ക് പോണം എന്നാ പറഞ്ഞു ഒത്തിരിക്കാണ്. തേങ്ങ വെയിലത്തിടാണ്ട് എന്റെ കോയിനെ തുറന്നില്ല, കോയിക്ക് തിന്നാൻ കൊടുക്കാണ്ട് എന്നൊക്കെ പറഞ്ഞ് പോവാ. അതൊക്കെ ചെയ്തോളാ പറഞ്ഞ ശരിയാവൂല. ഞാൻ അവിടെ പോയാലേ ഒക്കെ ശരിയാവും. അതോ ഉമ്മന് മേത്തൊക്കെ അറിയല്ലേ? അതിന്റെ തോണുള്ളതാ അവിടെ എവിടെ ഉണ്ട്. ആദ്യം മാമന്റെ മോനോട്ടെ പറഞ്ഞയച്ചാ മതി. തന്നെ ശരിയാവില്ല, ഞാൻ പോകണം, ഞാൻ പോയാലോ അത് ശരിയാവുള്ളൂ. അതാ മുന്നിൽ കയറി കുത്തിരിക്കുന്ന ഒരുത്തനെ അതാ കയറി കുത്തിരുന്ന്. നിങ്ങൾ അങ്ങോട്ട് ചെന്നാ മതി. അപ്പൊ ഇനി എപ്പോഴാ വരുന്നേ? അൻസ് ചൂറ് പോകുമ്പോ അടുത്ത വരുത്ത് വരൂല്ലേ? അൻസ് ഇന്ന് വരും എന്ന് പറഞ്ഞിട്ട് പോവാണ്. അൻസ് ഞായറാഴ്ച വരുവുള്ളൂ കേട്ടോ. നാളെ ഈ മമ്മനടുത്തിരുന്നോ? മമ്മനടുത്തിരുന്നോ? ടാറ്റാ ടാറ്റാ ബൈ ബൈ, see you.
ആ ഓക്കെ ഇനി പോയിക്കോ ഒക്കെ പറഞ്ഞ നിക്കുന്നു. അപ്പൊ അത് അമ്മ നാസിക്കാകെ കൊണ്ടാക്കാൻ പോവാട്ടോ. ഇപ്പൊ ഒന്ന് അനുസരിച്ച് വൈകുന്നേരം വരുന്ന എനക്കാണ്. പിന്നെ അമ്മന്റെ കുറെ തേങ്ങയൊക്കെ ഉണ്ട്, അതൊക്കെ കൊപ്രക്ക വെയിലത്ത് വെക്കാണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് പോവാണ്. അപ്പൊ ഏതായാലും നാസിക്കാക്ക് അമ്മനെയൊക്കെ കൊണ്ടാക്കിയിട്ട് വരട്ടെ. അപ്പൊ ഞാൻ ചോറും കറിയൊക്കെ വെച്ച് കഴിഞ്ഞ് അമ്മ വീട്ടിൽ പോയി ഞങ്ങളോട് കാണിച്ചല്ലോ. അപ്പൊ ഇവിടെ പെരും മഴ പെയ്ത് 2 മാസത്തിന് ശേഷം നല്ല കൊടും നമ്മുടെ മഴ പെയ്യാട്ടോ. അപ്പൊ മഴ കണ്ടിട്ട് കൃത്യമായിട്ട് ഞാൻ മഴത്ത് ഏതായാലും കുളിച്ചിട്ടില്ല. അപ്പൊ കുളിക്കൽ ഇനി മഴത്ത് ആയിക്കോട്ടെ ചേച്ചി, നമുക്ക് ഇനി അവിടെ മഴയൊക്കെ പോയി ഞങ്ങള് കുളിയൊക്കെ കഴിഞ്ഞ് ഇപ്പൊ നല്ലൊരു വെയിൽ അരച്ചിരിക്കുന്നു കേട്ടോ. ഇപ്പൊ വാപ്പക്കും മോനിക്ക് വേറെ എന്തോ ഒരു പണിയാണ്, പതപ്പിച്ച് കുളിപ്പിക്കാണ്. ആ ഞങ്ങൾ വീരാനെ പഠിപ്പിക്കാൻ പോവുകയാണ്. വീരാനെല്ലാം കൂടി എന്തായി കിടക്കുന്നത്? വീരാനെ മഴത്ത് കളിച്ചിട്ടേ ഇതൊക്കെ ആ മുഖത്തൊക്കെ പരിക്കേറ്റതാ. ഇടി എട്ടിട്ട് ഓടിയത്, ഞാൻ കുളിക്കാൻ കയറിയതേനു. ഇതാ ഇടി എട്ടി ഓടിയിട്ട് ഇതാ ഇവിടെ എവിടെയോ വീണിക്കുക. ആ മുടിയൊക്കെ നേരെ ആയിക്കൊടുക്ക്. അപ്പൊ ഇനി ഇതാ കാക്ക അവിടെ കർമ്മൂസ വൈത്തിക്കണ്. പുതിയ തോക്ക് വാങ്ങിയതാണ്. ഇതിന്റെ വാലിഡിറ്റി 20 മിനിറ്റ് ആണ്. ഞങ്ങൾക്ക് ഓരോ കളിപ്പാട്ടം കിട്ടുന്നത്. ഇത് 10 മിനിറ്റ് ആയി. അല്ല ഓല് വിളിച്ചെടുക്ക നമ്മളെ കർമ്മൂസ വൈത്തിക്കുന്നത് പറിക്കുന്നില്ലേന്ന് ചോദിച്ചിട്ട്. എനിക്ക് ഓടിക്കാനറിയില്ല, നിങ്ങൾ ഓടിച്ചേരി. ഓ അത് ഞാൻ തരാം. പപ്പായ കേട്ടോ, പപ്പായ കർമ്മൂസ ഞങ്ങളെ നാട്ടിൽ പറയുന്നതാണ്. അപ്പൊ നമുക്ക് ഐസ് നമുക്ക് പപ്പായ പറിക്കാൻ പോവാ. വാ മതി, അതവിടെ വെച്ചേക്ക്. എസ്ലി എണീച്ച് തൊട്ടിലില്ല എന്തൊക്കെയോ ചാടിക്കളിക്കുന്നൊക്കെ ഉണ്ട്. ഓളോ ഉറക്കൊക്കെ കഴിഞ്ഞോളെ എണീച്ചക്ക് മാറ്റി കൂട്ടിന് താക്കല്ലേ. അപ്പൊ അതാ ഇതൊക്കെ ഇതെന്താ പൈപ്പൊക്കെ ഇതാ എടുത്ത് പോകുന്നുണ്ട്. മഴ പെയ്തിട്ട് കൊതുകും ടെച്ചടാ മറിച്ചിട്ടേക്ക്. ഓ ഇത്ര ചെറുതേനു. ഞാൻ അതിനിങ്ങോട്ടേക്ക് ഒന്നും വരത്തില്ല. ഓര് വിളിച്ചു പറഞ്ഞതാ അവിടെ കർമ്മൂസ പൈത്തിക്കണ്. അങ്ങനെ ഇതാക്കിയ വാടി പൈത്തതാന്ന് തോന്നുന്നു. ആ മൂത്തിട്ടുണ്ടെങ്കിൽ ബാക്കി 2 എണ്ണം കൂടെ പറിച്ചുകൂടി കറിയൊക്കെ. എന്നാല് കൊറേ കർമ്മൂസ ഉണ്ടേനി എന്റെ മുകളില്. ഒപ്പം വെക്കും. ആ നിലത്ത് വീണ് ചെറപറാന്നാവും. ഇപ്പൊ ചക്കല്ല കർമ്മൂസ. ചക്ക ഇല്ലടാ, കർമ്മൂസാടാ. ചക്കാണ് ജ്യൂസ് അടിക്കല്ലേ? ജ്യൂസ് അടിക്കാനാ കഴിക്കണേ? നല്ല മധുരമുള്ള മാങ്ങ. അതിന്റെ അമ്മ വരച്ചരാം. ആനി നടന്നു. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ ചെയ്തോളാം, വേണ്ട ഞാൻ തന്നെ ചെയ്തോളാന്നും പറഞ്ഞിട്ടതാ ഒരാള് കർമ്മൂസൊക്കെ 2 മണിക്കൂറാണ്. അപ്പൊ ഇവിടെ ചോറും കറിയൊക്കെ ആരാ വെക്കല്? ഞാനല്ലേ വെക്കല്? ഇല്ല, ഇവിടെ നിങ്ങള് വായി വശിച്ച് നടക്കലാണല്ലോ. അങ്ങനെ ഞാൻ തടി വെപ്പിച്ചത് ഞാനാ, നിങ്ങൾക്ക് തിന്നാൻ തന്നിട്ട്.
ആ പാഴ്സൽ വാങ്ങലാമല്ലോ അമ്മായി ഒന്നും ഇവിടെ വാങ്ങിക്കൊടുത്തിരിക്കല്. അപ്പോൾ നല്ലോണം പഴുത്തേക്ക് കേട്ടോ കർമൂസ. എന്നപ്പോൾ ഇനി നമ്മളത് ജ്യൂസ് അടിക്കാൻ പോകും അല്ലേ. പാലില്ലേ ഫ്രിഡ്ജിൽ ഉണ്ടോ തോന്നുന്നു. ഇല്ലെങ്കിൽ അത് പച്ചവടക്ക തിന്നാലും മതി. പഴുത്ത നല്ല സൗന്ദര്യം വെക്കും കാക്കോ. കാക്കുവിന്റെ സൗന്ദര്യം വേണ്ട. പാവത്തിങ്ങൾക്ക് ഇത്ര സൗന്ദര്യം. അതാ പിന്നെ ഏതായാലും അസികാക്കത് ജ്യൂസൊക്കെ അടിച്ചു തരട്ടോ. നല്ല സ്നേഹമുള്ള ഭർത്താവാണ്, എനിക്ക് ജ്യൂസൊക്കെ ഉണ്ടാക്കി തരും. നിങ്ങൾക്ക് ഉണ്ടോ ഇതേപോലത്തെ ഭർത്താക്കന്മാര്? നിങ്ങൾക്ക് ജ്യൂസ് ഉണ്ടാക്കി തരും, ചോറുണ്ടാക്കി തരും, അടിച്ചു വാരി തരും, തിരുമ്പി തരും. ഒരു റോബോട്ട്. അതപ്പോ അതാ അസികാക്ക ഇനി ഇതൊക്കെ നല്ലോണം ചെത്തിയൊക്കെ വരട്ടെ. എസ്ലി അവിടെ ഒച്ച ഉണ്ടാക്കണം, നമുക്കൊന്ന് പോയി നോക്കാം എസ്ലി എന്താ കാണുന്നില്ല. ഇത് സ്റ്റോപ്പായി പോയി, വെറുതെ അല്ല. ഹായ് എസ്ലി. ഐസക്കാക്കതാ എന്തോ കളിക്കുന്നുണ്ട്. അങ്ങോട്ട് പോയിക്കോ, അങ്ങോട്ട് പോയിക്കോ. അതെന്താണ് നോക്കിയ, അതെന്താണ്? അങ്ങോട്ട് പോയിക്കോ. അല്ലെങ്കിൽ ഇതാ എസ്ലിന്റെ അടുത്തേക്ക് വേണ്ട, എസ്ലിന്റെ അടുത്തേക്ക് വേണ്ട, പൊയ്ക്കോ പൊയ്ക്കോ, അങ്ങോട്ട് പോയിക്കോ. എസ്ലി ആച്ചൂടെ എവിടെ? ആപ്പൂടു. ഐസക്കാക്ക ഓറിയോ ബിസ്ക്കറ്റ് ഭയങ്കര ഇഷ്ടമാണ്. ഓറിയോ ബിസ്ക്കറ്റിന്റെ മോളൊന്നും ഇടായിരുന്നിട്ടാ. അപ്പിയാണ് അപ്പിയാണ് അപ്പിയാണ്. പേടിയുണ്ടോ ഐസുവിനെ? കാരണം അനങ്ങിയാൽ എസ്ലി കിട്ടി ചാമ്പാണ്. നല്ലോണം കിട്ടലുണ്ട് എസ്ലിക്ക് അല്ലേ? ഐച്ചുകാക്ക അടിക്കലില്ലേ? ഐച്ചുകാക്ക അടിക്കലില്ലേ? എടുത്തോ, കൈ എടുത്തോ. TV ഓൺ ആക്കി കൊടുത്താല് ഇനി മൂപ്പരാള് ഓണാവട്ടോ. ഇപ്പൊ ഞാൻ TV ഒന്ന് ഓൺ ആക്കി കൊടുത്തോട്ടെ. ഓളെ ഫേവറേറ്റ് സോങ്സ് ഒക്കെ ഉണ്ട് കേട്ടാ അല്ലേ? ഫേവറേറ്റ് സോങ്സ് ഒക്കെ ഇല്ലേ? വേണ്ട, കോപ്പിറൈറ്റ് ഒക്കെ കൊടുക്കണം. അപ്പൊ ഈ കണ്ട് കുത്തിരിഞ്ഞ കേട്ടോ. ഞാൻ പോയി ജ്യൂസ് ഉണ്ടാക്കട്ടെ. എങ്ങനെയുണ്ട് കാക്കു ജിമ്മൊക്കെ? ഇന്നെന്തേനു? ഇന്നെവിടേനു? ഏത് പാട്ടിനാ ജിം എടുത്തത്? ഓരോ ദിവസം ഓരോ പാർട്ടിനാണ്. അപ്പൊ ഇന്ന് എവിടാന്നാ ഞാൻ സ്വതവേ ചോദിക്കലുണ്ട്. അതേപോലെ ചോദിച്ചത് ഇന്ന് എവിടാണോ പറയുന്നില്ല. ഞാൻ എല്ലാ ദിവസവും ഉടമ്പ് ഒന്നാകെ കളിക്കും. ഇതാണ് ആസിക്കാകെ ജിമ്മിന് പോകുന്ന ഡ്രസ്. വാങ്ങിയ മുതൽ ഇട്ട് പോവാൻ തുടങ്ങിയിരിക്കുന്നത് മണക്കുന്ന മനുഷ്യരാ. രണ്ടാളിതാ കിടന്നുറങ്ങുക, ഒരാളിതാ അവിടുത്തെ തൊട്ടിലി കിടന്നുറങ്ങുന്നുണ്ട്, ഒരാളിതാ റൂമിൽ കിടന്നുറങ്ങുന്നുണ്ട്. ഇപ്പൊ സമയം എത്ര മണിയായി? 8 മണി. അതാ 8 മണി ആവാൻ പോകുന്നുട്ടോ. മറികടോ മറികടോ. ഇനിയെന്താ അല്ല പാല് വെച്ചിരുന്നു. നേരെ കിടന്നുറങ്ങുന്നു. ഇങ്ങനെയൊക്കെയാണ് ഞങ്ങളെ വൺ ഡേ ഇങ്ങനെയൊക്കെയാണ് പോണത്. അപ്പൊ ഡിന്നറല്ലേ, ഡിന്നർ ലഞ്ചും ബ്രേക്ക്ഫാസ്റ്റും ഒക്കെ കഴിഞ്ഞു. നാസികാക്കന്റെ പാല് ഇതാ ഇവിടെ വെച്ചിരിക്കുന്നു കേട്ടാ. പാൽ ഐസിക്കട്ടേനു. പിന്നെ ഇതാ ഞാൻ പറഞ്ഞ വെള്ളം, ആ വെള്ളത്തിനെ പറ്റി ഞാൻ പറഞ്ഞില്ലല്ലോ. ഇതാണ് ആ വെള്ളം. അതായത് വെയിറ്റ് ലോസിന് വേണ്ടിയിട്ട്, കറിവേപ്പില വെയിറ്റ് ലോസിന് വേണ്ടിയിട്ട് ഞാൻ കുടിക്കുന്ന വെള്ളമാണ്. അതായത് ഇതാ വൈറ്റ് കേട്ടോ. ഇതാണ് ആ സംഭവം. ഒന്ന് പിടിച്ച് കാണിച്ചെടുക്കി കാക്കും വൈറ്റ്. അപ്പൊ ഇത് ഞാൻ 2 ലിറ്റർ വെള്ളത്തിലാണ് കുടിക്കല്. അതായത് വൈറ്റ്, അതായത് വെള്ളച്ചായ എന്നൊക്കെയാണ് മലയാളം പറയാ. പക്ഷെ ഇത് വെള്ളച്ചായ അല്ല. സാധനത്ത് കൊറേ ഉണ്ട് കേട്ടോ. 2 ഇതൾ ഇട്ടാൽ മതി. ഞാൻ 4 ഇതളൊക്കെ ഇടും. നല്ലോണം കറുത്ത് കെടുക്കും ആ വെള്ളം എല്ലാം കൂടി. ആ ഇല തന്നെ നമുക്ക് 2 ദിവസം കുടിക്കാം കേട്ടോ. ആ ഇല വെച്ചിട്ട് തന്നെ മാഗ്നസിന്റെ പ്രോഡക്റ്റ് എല്ലാവർക്കും അറിയാൻ മതിയാവും. വെയിറ്റ് ലോസിന് വേണ്ടിയിട്ട് എല്ലാവരും യൂസ് ചെയ്യുന്നതാണ്. അപ്പൊ ഞാൻ ഞാൻ ചിക്കൻ ഒന്നല്ല, അതാ ഞാൻ നല്ല മമ്പയർ ഉപ്പേരി ഒക്കെ ഇവിടെ വെച്ചിരിക്കുന്നു. മമ്പയർ ഉപ്പേരി ഉണ്ട്. മന്തി തിന്നു. പിന്നെ കടലക്കറിയും ഉണ്ട്. അതുപോലെ ഓക്കെ സൂപ്പർ. ഇനി ഞങ്ങൾ ഡിന്നറൊക്കെ കഴിച്ച് കിടന്നുറങ്ങാൻ പോവാട്ടോ. മേശപ്പുറത്ത് ആസിക്കാക്കിന്റെ തുണിയാണ്. തുണിയൊക്കെ ഒഴിവാക്കിയതിനെ കൊണ്ട് മേശപ്പുറത്ത് കൊണ്ടുപോയി വെച്ചതാട്ടോ. അപ്പോൾ ഇന്നത്തെ ഡേ ബൈ ബൈ സീ യു. അത് കുപ്പാൻ കഴിക്കലോടോ. അന്നപ്പോ കേശം അതപ്പോ നമ്മൾ ഇന്നത്തെ ഡേ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഓക്കെ ബൈ ബൈ.